ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിജി, അങ്കണവാടി ടീച്ചറാണ്. ഒരിക്കൽ പാക്കനാരും ഭാര്യയും കൂടി വിറക് ശേഖരിക്കാൻ വനത്തിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അതുവഴി ഒരു നമ്പൂതിരി കടന്നു വന്നത്. നമ്പൂതിരിയെ കണ്ട് പാക്കനാർ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, മാറി നിൽക്കൂ, അദ്ദേഹം കടന്നു പോട്ടെ. ഭാര്യ പറഞ്ഞു, മാറി നിൽക്കേണ്ട കാര്യമില്ല, അദ്ദേഹം മകളെയും കൊണ്ടൊക്കെ ജീവിക്കുന്നയാളാ എന്ന് പറഞ്ഞു. ഇത് കേട്ട് പാക്കനാർ ഭാര്യയോട് പറഞ്ഞു, അവസാനത്തെ അട്ടേനെ നീ കഴിച്ചുവല്ലോ എന്ന്. അവൾ ആശ്ചര്യത്തോടെ പാക്കനാരെ നോക്കി, എന്താണ് അങ്ങെന്ന് പറയുന്നത്? നമ്പൂതിരി പോട്ടെ, ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പാക്കനാർ മറുപടി പറഞ്ഞു. നമ്പൂതിരി പോയ ശേഷം പാക്കനാർ ആ കഥ തൻ്റെ ഭാര്യയോട് പറഞ്ഞു. ഒരിക്കൽ നമ്പൂതിരിയുടെ ഭാര്യ ചോറ് വയ്ക്കുമ്പോൾ അതിലൊരു പല്ലിയെ വീണു. ഭാര്യ വിവരം നമ്പൂതിരിയെ ധരിപ്പിച്ചു. നമ്പൂതിരി പറഞ്ഞു, ആ പല്ലി എടുത്തു കളഞ്ഞിട്ട് നമ്മുടെ ജോലിക്കാർക്കൊക്കെ നീ ആ ചോറ് കൊടുത്തു, നമുക്ക് വേറെ ചോറ് വെച്ചുകൊള്ളാൻ പറഞ്ഞു. ഭാര്യ അങ്ങനെ തന്നെ ചെയ്തു. ഇത് കണ്ട് സ്വർഗത്തിലിരുന്ന നീതിദേവൻ ചിത്രഗുപ്തനോട് പറഞ്ഞു, നമ്പൂതിരിക്കൊരു 1000 അട്ടേനെ എഴുതിയരെ, അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഈ 1000 അട്ടേനെ ഇതിനു പ്രതിഫലമായിട്ട് കഴിക്കേണ്ടി വരും. ഇത് കേട്ടപ്പോൾ ചിത്രഗുപ്തന് ഒത്തിരി സങ്കടം വന്നു. കാരണം ഭൂമിയിൽ ആരും തന്നെ ആരാധിക്കാറില്ല. ഈ നമ്പൂതിരി മാത്രമാണ് കിടക്കാൻ നേരം ചിത്രഗുപ്തായ നമ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കാറ്. കാരണം എന്നാന്ന് വെച്ചാൽ നമ്പൂതിരിക്ക് നന്നായിട്ടറിയാം താൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ചിത്രരൂപത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നത് ഈ ചിത്രഗുപ്തനാണ്. അപ്പോൾ തനിക്ക് വേണ്ടിയിട്ട് അന്ത്യകാലത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഈ ചിത്രഗുപ്തന് മാത്രമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്പൂതിരി എല്ലാ ദിവസവും ചിത്രഗുപ്തായ നമ എന്ന് പറയാറ്. ചിത്രഗുപ്തൻ നമ്പൂതിരിക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഈ കാര്യം ധരിപ്പിച്ചു. എങ്ങനെയും ഈ നമ്പൂതിരിയെ രക്ഷിക്കണമല്ലോ. നമ്പൂതിരി പറഞ്ഞു, പറ്റിപ്പോയി, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ? ഉണ്ട്, ഒറ്റ വഴിയേ ഉള്ളൂ. നീ ചെയ്യാത്ത ഒരു തെറ്റിന് ശിക്ഷ അനുഭവിക്കുമ്പോൾ ആ ശിക്ഷ ഈ 1000 അട്ടയിൽ ഓരോ അട്ട അവർ തിന്നുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പം നമ്പൂതിരി പറയാണ്, ഞാൻ സമൂഹത്തിൽ മാന്യനും നല്ലവനുമായിട്ട് ജീവിക്കുന്ന ആളാണ്, എന്നെക്കുറിച്ച് അങ്ങനെ ആരും മോശമായിട്ട് പറയാൻ വഴിയില്ല എന്ന്. ചിത്രഗുപ്തൻ അവനോട് പറഞ്ഞു, ഇപ്പോൾ നിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിത്തരുന്നത് നിൻ്റെ ഭാര്യയല്ലേ? നാളെ മുതൽ മകളോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് നിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മകളോട് പറയുക എന്ന്. നമ്പൂതിരി അത് സമ്മതിച്ചു. ചിത്രഗുപ്തൻ പറഞ്ഞു, ബാക്കിയൊക്കെ നാട്ടുകാർ ചെയ്തുകൊള്ളുമെന്ന്. അതങ്ങനെയാണല്ലോ. അങ്ങനെ ചിത്രഗുപ്തൻ അപ്രത്യക്ഷനായി. നമ്പൂതിരി ഞെട്ടി ഉണർന്നു. നേരം വെളുത്ത ഉടനെ തന്നെ അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇന്നു മുതൽ എൻ്റെ മകൾ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തോളുമെന്ന്. ഭാര്യ സമ്മതിച്ചു. മകളെങ്ങനെ അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനമൊക്കെ നിലനിർത്തി അച്ഛന് വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്തു കൊടുക്കാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ടിരുന്ന വീട്ടിലെ ജോലിക്കാർ തന്നെ അദ്ദേഹത്തെയും മകളെയും ചേർത്ത് മോശമായിട്ട് പറഞ്ഞു തുടങ്ങി. ഇത് പിന്നെ നാട്ടിൽ മുഴുവൻ പാട്ടായി. അങ്ങനെ നമ്പൂതിരിയെ പറ്റി മോശമായ അഭിപ്രായം പറഞ്ഞ എല്ലാവരും നമ്പൂതിരിയുടെ ഓരോ അട്ടേനെ തിന്നുകൊണ്ടേയിരുന്നു. ലാസ്റ്റ് 999 അട്ടയും അങ്ങനെ നാട്ടുകാർ ഓരോരുത്തർ തിന്നു. ലാസ്റ്റ് ഒരട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് നമ്മുടെ പാക്കനാറുടെ ഭാര്യ കഴിക്കേണ്ടി വന്നത്. ഇത് കേട്ടുകൊണ്ട് പാക്കനാറുടെ ഭാര്യ പറഞ്ഞു, ദൈവമേ, എനിക്കിത് അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ പാക്കനാർ തൻ്റെ ഭാര്യയോട് പറഞ്ഞു കൊടുത്തു, മറ്റുള്ളവരെക്കുറിച്ച് ഒരിക്കലും മോശം പറയരുത്, അവരിലെ തിന്മയെ നീ എടുക്കും. മറ്റുള്ളവരെക്കുറിച്ച് നന്മ പറഞ്ഞാൽ ആ നന്മയുടെ ഒരംശവും കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത്, നീ വലതു കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടതു കൈ അറിയരുതെന്ന്. നീ ചെയ്യുന്ന ഓരോ നന്മയും മറ്റുള്ളവരറിഞ്ഞാൽ അത് പാടി പുകഴ്ത്തിയാൽ ആ നന്മയുടെ ഒരംശം അവർ കൊണ്ടുപോകും. നീ ചെയ്യുന്ന ഓരോ തിന്മയും മറ്റുള്ളവർ പാടി പുകഴ്ത്തിയാൽ നിന്നിലെ തിന്മയും അവർ കൈപ്പറ്റും. അപ്പോൾ മറ്റുള്ളവരിലെ നന്മയെ കണ്ട് എപ്പോഴും ജീവിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ തിന്മയെ നമ്മൾ പാടി പുകഴ്ത്തുമ്പോൾ അവരിലെ തിന്മ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആ തിന്മയ്ക്ക് നമ്മൾ വഴിപ്പെട്ടു പോകും. അതേസമയം മറ്റുള്ളവരിലെ നന്മയെ നമ്മൾ പാടി പുകഴ്ത്തുമ്പോൾ ആ നന്മ നമ്മളിലേക്ക് ആകർഷിക്കും. നാളെ നമ്മൾ കൂടുതൽ നന്മയുള്ള വ്യക്തികളായി മാറാൻ നമുക്ക് ദൈവം അനുഗ്രഹം തരും. ഇത് നിൻ്റെ ഓർമ്മയിൽ ഇനി എപ്പോഴും ഇരിക്കട്ടെ. ഭാര്യ ഒത്തിരി ബഹുമാനത്തോടെ അദ്ദേഹത്തെ നോക്കി കൈകൂപ്പി പറഞ്ഞു, എനിക്കിതറിയില്ലായിരുന്നു അങ്ങനെ. താങ്ക് യു.